കുറച്ച് കാലം മുന്നേ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ 21 ഡേയ്സ് ചാലഞ്ച് സംഭവം എന്താ വെച്ചാൽ വർക്കൗട്ട് ഡെയിലി ചെയ്യുക. പിന്നെ ഒരു ഹാപ്പിനെസ് ജേർണൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നേ. അപ്പം ഇത് സിമ്പിൾ അല്ലേന്ന് വിചാരിച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്ത്. അതെന്ന് പറഞ്ഞാൽ ചാനൽ തുടങ്ങിയത് പിറ്റേ ദിവസം തന്നെയാണ്. അത് നിങ്ങൾ ഓർക്കണം എൻ്റെ ആവേശം എത്രാണ്ടുണ്ട് എന്നുള്ളത്. അപ്പോഴേ തുടങ്ങുമ്പോഴേ എന്നോട് പറഞ്ഞതാണ്, ഒന്ന് നോക്കി കണ്ട് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് ഒരു കുറച്ച് ചാനൽ ഒരു മാസമെങ്കിലൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്താൽ പോരെന്ന് എന്നോട് ചോദിച്ചതാണ്. അപ്പൊ പറഞ്ഞു, ഏയ് തുടങ്ങിയില്ലേ, ഇനി അങ്ങോട്ട് വെച്ചടി കയറ്റെന്നുള്ള പോലെ 21 ഡേയ്സ് ചാലഞ്ചിൽ തന്നെ നമുക്ക് തുടങ്ങാന്നൊക്കെ പറഞ്ഞ് ആവേശം കയറി ഞാൻ തുടങ്ങി. സംഭവം എന്ന് വെച്ചാൽ രാവിലെ എന്നും ജോലിക്ക് പോകണം. ആ ജോലിക്ക് പോയി തിരിച്ചെത്താൻ ഒരു 6-7 മണിയാവും എത്താൻ. അത് കഴിഞ്ഞിട്ട് വേണം ജിമ്മിൽ പോവാൻ. ജിമ്മിൽ പോയി അത് കഴിഞ്ഞ് ആ വീഡിയോ എഡിറ്റ് ചെയ്ത് എന്നിട്ട് അപ്ലോഡ് ചെയ്യണം. പിന്നെ ഇതിലൊക്കെ ഒരു പുതിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇതൊക്കെ പഠിച്ച് മെല്ലെ മെല്ലെ എന്നെക്കൊണ്ട് ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് 21 ദിവസം ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കി ഗൈസ്. കാര്യം എന്താ വെച്ചാൽ ഞാൻ ഫസ്റ്റ് ഡേ ചെയ്ത്, സെക്കൻഡ് ഡേ ചെയ്ത്, തേർഡ് ഡേ ആയപ്പോഴത്തേക്ക് എൻ്റെ കാറ്റ് പോയി. എന്നിട്ട് ഞാൻ അവസാനം മിനി വ്ളോഗ് ആക്കി. 21 ഡേയ്സ് ചാലഞ്ച് എന്നുള്ളത് മാറ്റി മിനി വ്ളോഗ് ആക്കിയിട്ട് 3 വീഡിയോസ് ഇപ്പോഴും നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ കാണാൻ പറ്റും. അപ്പം അങ്ങനെയാണ് എൻ്റെ 21 ഡേയ്സ് ചാലഞ്ച് എന്നുള്ള പരിപാടി ഞാൻ നിർത്തിയത്.